കൃഷ്ണ ഗുരുവായൂരപ്പ. ഭാഗവത കഥകളിൽ നമുക്കിന്ന് പുരൂരവസിൻ്റെയും ഉർവശിയുടെയും കഥ കേൾക്കാം. ഇന്ദ്രസദസ്സിലെ പ്രസിദ്ധ നർത്തകികളായിരുന്നു സുന്ദരിമാരായ ഉർവശി, മേനക, രംഭ, തിലോത്തമമാർ. നൃത്തത്തിലും സൗന്ദര്യത്തിലും ഇവരെ ജയിക്കാൻ മറ്റാരും തന്നെ ഒരു ലോകത്തും ഉണ്ടായിരുന്നില്ല. ഇവരിൽ ഉർവശിയുടെ പിറവിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. അതെന്താണെന്ന് പറയാം. ഒരിക്കൽ നരനാരായണ മഹർഷിമാർ ഹിമാലയത്തിലെ ബദരികാശ്രമത്തിൽ തപസ് ചെയ്യുകയായിരുന്നു. ഋഷിമാരുടെ തപസ്സിൽ ദേവേന്ദ്രൻ ആകുലനായി. നരനാരായണ മഹർഷിമാർ തപസ്സിലൂടെ കൂടുതൽ ശക്തി നേടുന്നത് തടയാൻ ദേവേന്ദ്രൻ തീർച്ചപ്പെടുത്തി. അതിനായി അദ്ദേഹം ആദ്യം ചെയ്തത് തൻ്റെ വാഹനവും ദിവ്യഗജവുമായ ഐരാവത്തിൻ്റെ പുറത്തേറി ബദരികാശ്രമത്തിലെത്തുകയായിരുന്നു. അവിടെ എത്തിയ ദേവേന്ദ്രൻ മഹർഷിമാരോട് തപസ്സിൽ താൻ സംപ്രീതനാണെന്നും 3 വരങ്ങൾ തരാമെന്നും പറഞ്ഞു. എന്നാൽ നരനാരായണന്മാർ ഇന്ദ്രനെ ഗൗനിച്ചതേയില്ല. ഇന്ദ്രനിൽ നിന്നും വരം കിട്ടാൻ വേണ്ടിയായിരുന്നില്ല അവർ തപസ് ചെയ്തത്. മഹർഷിമാരെ പേടിപ്പിക്കാനായി ഘോരമൃഗങ്ങളെയും വലിയ കൊടുങ്കാറ്റുകളെയും കാട്ടുതീയുമൊക്കെ ഇന്ദ്രൻ സൃഷ്ടിച്ചു വിട്ടു. എന്നാൽ മഹർഷിമാർ ഇതിലൊന്നും ഭയന്നില്ല. അപ്സര സ്ത്രീകളെ അയച്ച് തപസ് മുടക്കാനായിരുന്നു ഇന്ദ്രൻ്റെ അടുത്ത പദ്ധതി. അവർ തപോഭൂമിയിലെത്തി പാട്ടുപാടാനും നൃത്തം ചവിട്ടാനും തുടങ്ങി. അപ്പോൾ അവിടെ വസന്തകാലത്തിൻ്റെ പ്രതീതി തോന്നിച്ചു. എന്തുകൊണ്ടാണ് വസന്തകാലം ഇത്ര നേരത്തെ വന്നതെന്നോർത്ത് നരനാരായണന്മാർ കണ്ണു തുറന്നു. പാട്ടുപാടി നൃത്തം ചെയ്യുന്ന സുന്ദരിമാരെ കണ്ടപ്പോൾ അത് ഇന്ദ്രൻ്റെ പണിയാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ നരനാരായണന്മാർ തങ്ങളുടെ തുടയിൽ കൈകൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ ലൗകിക സുന്ദരിയായ ഒരു യുവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഊർവശി പിറവിയെടുത്തത്. ഊർവശിയുടെ കത്തിജ്വലിക്കുന്ന സൗന്ദര്യം കണ്ട് ദേവലോകത്തു നിന്നും തപസ് മുടക്കാനെത്തിയ അപ്സരസുകൾ ലജ്ജിച്ചു പോയി. അവർ മുനിമാരോട് മാപ്പ് ചോദിച്ചു. മുനിമാർ അവരോട് ക്ഷമിക്കുകയും അവർക്കൊപ്പം പോകാൻ ഊർവശിയെ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഊർവശി ഇന്ദ്രസദസ്സിലെത്തുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീ നാരദമുനി ഇന്ദ്രസദസ്സിൽ വെച്ച് പുരൂരവസ് മഹാരാജാവിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പുരൂരവസിൻ്റെ സദ്ഗുണ സമ്പന്നതയെയും കഴിവുകളെയും അങ്ങേയറ്റം പ്രശംസിച്ചുകൊണ്ടുള്ള ശ്രീ നാരദമുനിയുടെ വാക്കുകൾ ഊർവശിയും കേൾക്കുകയുണ്ടായി. പുരൂരവസ് ഒരു മനുഷ്യജന്മത്തിൽ പിറന്ന രാജാവ് മാത്രമാണ്. അങ്ങനെയുള്ള ഒരാളിനോട് ദേവലോക നർത്തകികൾക്ക് അനുരാഗം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ പുരൂരവസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെയല്ല. പുരൂരവസിനെക്കുറിച്ചുള്ള നാരദമുനിയുടെ പ്രശംസ കേട്ടിട്ട് ഊർവശിക്ക് പുരൂരവസിനോട് അനുരാഗം ജനിച്ചു. പുരൂരവസിനെ എങ്ങനെയും ഭർത്താവായി കിട്ടണമെന്ന് ആ ദേവലോക കന്യക കൊതിച്ചു. പക്ഷേ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ദേവലോക കന്യകയ്ക്ക് വിവാഹം ചെയ്യാൻ കഴിയുക? ഇങ്ങനെ ചിന്തിച്ച് വിഷണ്ണയായി കഴിയുന്ന സന്ദർഭത്തിലാണ് ഊർവശി ഒരു മുനിശാപത്തിനിരയായത്. ആ കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം ദേവസദസ്സിൽ ഭരതമുനിയുടെ നേതൃത്വത്തിൽ ഒരു നാടകം അവതരിപ്പിക്കുകയായിരുന്നു. അതിൽ ലക്ഷ്മി ദേവിയായി അഭിനയിച്ച ഊർവശി വിഷ്ണുവിൻ്റെ പേരായ പുരുഷോത്തമൻ എന്ന് പറയുന്നതിന് പകരം പുരൂരവസ് എന്നാണ് അബദ്ധത്തിൽ പറഞ്ഞത്. ആ നാടകത്തിൻ്റെ രചയിതാവായിരുന്ന ഭരതമുനി പേര് മാറ്റി പറഞ്ഞതിന് ഊർവശിക്ക് ഭൂമിയിൽ പോയി മനുഷ്യസ്ത്രീയായി ജീവിക്കേണ്ടി വരട്ടെ എന്നും പുരൂരവസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടി വരട്ടെ എന്നും ശപിച്ചു. ഊർവശി ആശിച്ചിരുന്നതും പുരൂരവസിൻ്റെ ഭാര്യയാകണമെന്നായിരുന്നല്ലോ. അങ്ങനെ ഊർവശി ശാപം ഉപകാരമായി മാറി. ചന്ദ്രദേവൻ്റെ പുത്രനായ ബുധൻ്റെ മകനായിരുന്നു പുരൂരവസ്. ചന്ദ്രവംശ രാജാക്കന്മാരിൽ ആദ്യത്തെ രാജാവും പുരൂരവസായിരുന്നു. ഒരു നാൾ ഊർവശി ഭൂമിയിലെത്തി. അതിമനോഹരമായ ഒരു വനപ്രദേശത്ത് വെച്ച് അവൾ പുരൂരവസിനെ കണ്ടുമുട്ടി. പുരൂരവസ് നായാട്ടിന് വേണ്ടി വനത്തിലെത്തിയതാണ്. സുന്ദരിയായ ഊർവശിയെ കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. ഊർവശിക്കൊപ്പം ഭംഗിയുള്ള 2 ആട്ടിൻകുട്ടികളും ഉണ്ടായിരുന്നു. ഊർവശി രാജാവുമായി സംസാരിച്ചു. താൻ ഊർവശിയാണെന്നും കുറച്ചു കാലം ഭൂമിയിൽ കഴിച്ചുകൂട്ടാനുള്ള ആഗ്രഹത്താൽ വന്നതാണെന്നും അവൾ രാജാവിനെ അറിയിച്ചു. ഭൂമിയിൽ കഴിഞ്ഞുകൂടാനോ? രാജാവ് അത്ഭുതത്തോടെ ഊർവശിയോട് ചോദിച്ചു. അതെ, എന്താ വിശ്വാസമാകുന്നില്ലേ? ഊർവശിയും വിട്ടില്ല. വിശ്വാസമാകാഞ്ഞിട്ടല്ല, സുന്ദരിയായ ഉർവശി ഒരു ആൺതുണയില്ലാതെ രാജാവ് പറഞ്ഞു നിർത്തി.
രാജാവിൻ്റെ മുഴുമിപ്പിക്കാതെ ഈ വാക്കുകൾ കേട്ട് അവൾ ലജ്ജയോടെ രാജാവിനെ നോക്കി ചിരിച്ചു. ഒടുവിൽ രണ്ടാളും വിവാഹിതരാവാൻ നിശ്ചയിച്ചു. പക്ഷേ ഊർവശി ഒരു നിബന്ധന വെച്ചു. നിബന്ധന ഇതായിരുന്നു: തനിക്കൊപ്പമുള്ള ആട്ടിൻകുട്ടികളെ രാജാവ് പരിപാലിക്കണം. പിന്നെ മണിയറയിലെ മഞ്ചത്തിലല്ലാതെ രാജാവിനെ നഗ്നനായി എങ്ങും കാണാനുള്ള അവസരം ഉണ്ടാകരുത്. അഥവാ അങ്ങനെ കാണാനിടയായാൽ ആ നിമിഷം ഊർവശി രാജാവിനെ ഉപേക്ഷിച്ചു പോകും. നിബന്ധനകൾ രാജാവിന് സമ്മതമായി. അതേ തുടർന്ന് പുരൂരവസും ഊർവശിയും വിവാഹിതരായി. അവർ സസുഖം സന്തോഷം ജീവിച്ചു പോന്നു. അതിനിടയ്ക്ക് അവർക്ക് 6 കുട്ടികൾ ജനിച്ചു. ആയുസ്, ശ്രുതായുസ്, സത്യായുസ്, രയൻ, വിജയൻ, ജയൻ എന്നിങ്ങനെയായിരുന്നു ആ കുട്ടികളുടെ പേര്. ഊർവശിയെ കാണാനില്ലെന്ന വാർത്ത ദേവലോകത്ത് പരന്നു. വിവരം ദേവേന്ദ്രനും അറിഞ്ഞു. തൻ്റെ അനുവാദം കൂടാതെ തന്നിഷ്ടത്തോടെ ഭൂമിയിലേക്ക് പോയ ഊർവശിയോട് ഇന്ദ്രന് അരിശം കയറി. ഉടനെ തന്നെ ഊർവശിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഇന്ദ്രൻ കൽപ്പിച്ചു. ഇന്ദ്രൻ്റെ കൽപ്പനപ്രകാരം ഗന്ധർവന്മാർ ഊർവശിയെ കൂട്ടിക്കൊണ്ടുവരാനായി ഭൂമിയിലേക്ക് യാത്രയായി. ഭൂമിയിലെത്തിയ ഗന്ധർവന്മാർ വല്ലാതെ വിഷമത്തിലായി. പുരൂരവസുമായി കഴിയുന്ന ഊർവശിയെ എങ്ങനെയാണ് ദേവലോകത്ത് കൂട്ടിക്കൊണ്ടു പോവുക? പുരൂരവസ് അതിന് സമ്മതിക്കുമോ? പുരൂരവസ് സമ്മതിച്ചാൽ തന്നെ ഊർവശി ദേവലോകത്തേക്ക് മടങ്ങി വരണമെന്നുണ്ടോ? ഗന്ധർവന്മാർ ക്ലേശത്തിലായി. എന്താണ് വേണ്ടതെന്ന ആലോചനയോടെ അവർ ആ രാജധാനിയുടെ പരിസരത്തിലും മറ്റും ആരും കാണാതെ അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അവർ ഊർവശി പുരൂരവസിന് നൽകിയ നിബന്ധനകളെക്കുറിച്ച് അറിഞ്ഞു. അതോടെ ഗന്ധർവന്മാർക്ക് സന്തോഷമായി. രാജാവിനെ കൊണ്ട് നിബന്ധന തെറ്റിപ്പിച്ചാൽ ഊർവശി ദേവലോകത്തേക്ക് മടങ്ങിപ്പോയിക്കോളും. ഗന്ധർവന്മാർ രാജാവിനെ കൊണ്ട് ഊർവശിക്ക് നൽകിയിട്ടുള്ള നിബന്ധനകൾ തെറ്റിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഒരു ദിവസം രാത്രി ഗന്ധർവന്മാർ രാജധാനിയിൽ പ്രവേശിച്ച് അവിടെ പ്രത്യേക കൂടുകളിൽ സൂക്ഷിച്ചിരുന്ന ഊർവശിയുടെ ആടുകളെ മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഗന്ധർവന്മാരുടെ പിടിയിൽപ്പെട്ട ആടുകൾ ഉറക്കെ നിലവിളിച്ചു. അർദ്ധരാത്രിയിൽ ആടുകളുടെ നിലവിളി കേട്ട് അർദ്ധമയക്കത്തിലായിരുന്ന രാജാവ് ഞെട്ടിയുണർന്നു. രാജാവ് തപ്പിത്തടഞ്ഞ് ആട്ടിൻകൂട്ടിനടുത്തേക്ക് പാഞ്ഞു. ധൃതിയിൽ രാജാവിന് വസ്ത്രം ചുറ്റാൻ കഴിഞ്ഞില്ല. നഗ്നനായിട്ടാണ് രാജാവ് അന്തഃപുരത്തിൽ നിന്ന് പുറത്ത് ആട്ടിൻകൂട്ടിനടുത്തേക്ക് ഓടിയെത്തിയത്. ആട്ടിൻകുട്ടികളാകട്ടെ കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു താനും. രാജാവ് ഓടിക്കിതച്ച് അന്തഃപുരത്തിൽ തിരിച്ചെത്തി. പക്ഷേ കിടക്കയിൽ ഊർവശിയെ കണ്ടില്ല. രാജാവ് ഊർവശിയെ അവിടെ എങ്ങും തിരഞ്ഞു. ഒരിടവും ഊർവശിയില്ല. പിന്നീടാണ് രാജാവിന് ഊർവശി നൽകിയ നിബന്ധനകളെക്കുറിച്ച് ഓർമ്മ വന്നത്. കിടക്കറയിലല്ലാതെ മറ്റെങ്ങും രാജാവിനെ നഗ്നനായി കാണരുതെന്നും അഥവാ കണ്ടാൽ ഊർവശി മടങ്ങിപ്പോകുമെന്നും ഉള്ള നിബന്ധനയെക്കുറിച്ച് ഓർത്തപ്പോൾ രാജാവിന് കാര്യം മനസ്സിലായി. ഊർവശി തനിക്ക് നഷ്ടമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം രാജാവിന് വല്ലാതെ അലട്ടി. ആ വ്യസനഭാരത്തിൽ തന്നെ പുരൂരവസ് അന്തരിക്കുകയും ചെയ്തു. കൃതയുഗമായിരുന്നു പുരൂരവസിൻ്റെ കാലം. കൃതയുഗാവസാനത്തിലായിരുന്നു ഊർവശി പുരൂരവസിൻ്റെ പത്നിയായത്.